ഇന്ന് നമ്മൾ നോക്കാൻ പോവുക മെഷർമെൻറ്റ് ഓഫ് സ്ക്രൂ ത്രെഡ് എലമെൻറ്റ്സ് ആണ്. മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ, എഫക്റ്റീവ് ഡയമീറ്റർ, പിച്ച് ആംഗിൾ, ഇതൊക്കെ എങ്ങനെ മെഷർ ചെയ്യുക എന്നുള്ളത് 1 by 1 ആയിട്ട് നമുക്ക് കാണാം. Measurement of screw thread elements is necessary not only for manufactured components but also for threading tools, tabs, threading hobs, etc. The following sections discuss the methods for measuring major diameter, minor diameter, effective diameter, pitch, angle of thread. Okay, first of all നമുക്ക് മെഷർമെൻറ്റ് ഓഫ് മേജർ ഡയമീറ്റർ നമ്മൾ കണ്ടു. മേജർ ഡയമീറ്റർ എന്താണ് എന്നുള്ളത്. അപ്പോൾ മേജർ ഡയമീറ്റർ എങ്ങനെ മെഷർ ചെയ്യാം? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ എക്സ്റ്റേണൽ ത്രെഡ് എങ്ങനെയാണ് മേജർ ഡയമീറ്റർ മെഷർ ചെയ്യുക? അപ്പോൾ ദീസ് ആർ ദ മെത്തേഡ്സ് ഫോർ മെഷറിംഗ് ദ മേജർ ഡയമീറ്റർ ഓഫ് എക്സ്റ്റേണൽ ത്രെഡ് യൂസിങ് ഓർഡിനറി മൈക്രോമീറ്റർ, യൂസിങ് ബെഞ്ച് മൈക്രോമീറ്റർ, യൂസിങ് ഫ്ലോട്ടിംഗ് കാരേജ് മൈക്രോമീറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ using ordinary micrometer for measurement of major diameter of external thread. എങ്ങനെയാണ്? മൈക്രോമീറ്റർ ഈസ് യൂസ്ഡ് ആസ് എ കമ്പാരറ്റർ. ഇറ്റ് ഈസ് ഫസ്റ്റ് അഡ്ജസ്റ്റഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സെറ്റിംഗ് ഗേജ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു സ്ക്രൂ ത്രെഡ് ഉണ്ട്. മൈക്രോമീറ്റർ ആൻവിൽസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഫസ്റ്റ് അഡ്ജസ്റ്റഡ് ഓൺ എ സിലിണ്ടറിക്കൽ സ്റ്റാൻഡേർഡ് ഓർ സെറ്റിംഗ് ഗേജ് ഓഫ് അപ്രോപ്രിയേറ്റ് സൈസ് ഹാവിങ് അപ്രോക്സിമേറ്റ്ലി ദ സെയിം ഡയമീറ്റർ. അപ്പോൾ മേജർ ഡയമീറ്ററിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ഗേജ് യൂസ് ചെയ്തുകൊണ്ട്, ഒരു മൈക്രോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ആ സെറ്റിംഗ് ഗേജിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യുന്നു. ആഫ്റ്റർ ടേക്കിംഗ് ദിസ് റീഡിംഗ്, ദാറ്റ് ഈസ് D1, then the micrometer is set on the major diameter of the thread and the reading is taken as D2. അപ്പോൾ ആദ്യം സെറ്റിംഗ് ഗേജ് വെക്കുന്നു, എന്നിട്ട് റീഡിംഗ് എടുക്കുന്നു D1, ദെൻ സ്ക്രൂ ത്രെഡ് വെക്കുന്നു, ദെൻ റീഡിംഗ് എടുക്കുന്നു D2. അപ്പോൾ അതേ കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഒരു സ്റ്റാൻഡേർഡ് സിലിണ്ടർ യൂസ് ചെയ്യുന്നു, ദെൻ സ്ക്രൂ ത്രെഡ് യൂസ് ചെയ്യുന്നു. ദെൻ ദ മേജർ ഡയമീറ്റർ D ഈക്വൽ ടു S പ്ലസ് ഓർ മൈനസ് D1 മൈനസ് D2, വെയർ S ഈസ് ദ സൈസ് ഓഫ് സെറ്റിംഗ് ഗേജ്, D1 is the micrometer reading over setting gauge and D2 is the micrometer reading over thread. Then അടുത്ത മെത്തേഡാണ് യൂസിങ് ബെഞ്ച് മൈക്രോമീറ്റർ. ഫോർ എ മോർ പ്രിസൈസ് മെഷർമെൻറ്റ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു യൂസ് എ ബെഞ്ച് മൈക്രോമീറ്റർ. നമുക്ക് ആദ്യം അതിൻ്റെ ഇമേജ് നോക്കാം. ബെഞ്ച് മൈക്രോമീറ്ററിൽ ഒരു ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ദെൻ ഇവിടെയായിട്ട് ആൻവിൽസ് ഉണ്ട്, ദെൻ ഒരു മൈക്രോമീറ്റർ ഹെഡ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ആൻവിൽസിനിടയ്ക്കായിട്ടായിരിക്കും നമ്മൾ ത്രെഡ് അതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് പ്ലേസ് ചെയ്യുക. എ മേജർ അഡ്വാൻറ്റേജ് ഓഫ് എ ബെഞ്ച് മൈക്രോമീറ്റർ ഈസ് ദാറ്റ് എ ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്റർ ഈസ് എ പാർട്ട് ഓഫ് ദ മെഷറിംഗ് സിസ്റ്റം. അപ്പോൾ എന്തിനാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ? വാട്ട്സ് ഇറ്റ്സ് പർപ്പസ്? ദിസ് ഇൻഡിക്കേറ്റർ എൻഷുവേഴ്സ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഫോർ ഓൾ മെഷർമെൻറ്റ്. അപ്പോൾ ഈ രണ്ട് ആൻവിൽ കൊണ്ട് നമ്മൾ വർക്ക് പീസ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക. ദെൻ ഇവിടെ നമ്മൾ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് വെക്കുന്നു, ആൻവിലിനിടയ്ക്ക് സ്റ്റാൻഡേർഡ് വെക്കുന്നു, ദെൻ അതിന് ശേഷം സ്ക്രൂ ത്രെഡ് വെക്കുന്നു. ഈ രണ്ട് റീഡിങ്സുകളും നോട്ട് ചെയ്യുന്നു. To start with, the anvil positions are set by inserting a setting cylinder. അപ്പോൾ ഇനീഷ്യലി ഒരു സെറ്റിംഗ് സിലിണ്ടർ യൂസ് ചെയ്തു. ആ സെറ്റിംഗ് സിലിണ്ടർ ആയിരിക്കും ആൻവിലിനിടയ്ക്ക് പ്ലേസ് ചെയ്യുക. എ സെറ്റിംഗ് സിലിണ്ടർ സെർവ്സ് ആസ് എ ഗേജ് ആൻഡ് ഹാസ് എ ഡയമീറ്റർ ദറ്റ് ഈക്വൽസ് ദ മേജർ ഡയമീറ്റർ ഓഫ് ദ സ്ക്രൂ ത്രെഡ് ബീങ് ഇൻസ്പെക്റ്റഡ്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന സ്ക്രൂ ത്രെഡിൻ്റെ ഡയമീറ്ററിനോട് സിമിലർ ആയിട്ടുള്ള ഒന്നായിരിക്കും ഈ ഗേജിൻ്റെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൻ്റെ ഡയമീറ്റർ. നൗ ദ സെറ്റിംഗ് സിലിണ്ടർ ഈസ് ടേക്കൺ ഔട്ട്, ദ വർക്ക് പീസ് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ ആൻവിൽസ് ആൻഡ് ദ ഡീവിയേഷൻ ഈസ് നോട്ട് ഡൗൺ ഓൺ ദ മൈക്രോമീറ്റർ ഹെഡ്. അപ്പോൾ ഈ മൈക്രോമീറ്റർ ഹെഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ആൻവിൽസ് മൂവ് ചെയ്തുകൊണ്ട് ആദ്യം സ്റ്റാൻഡേർഡ് അതിൻ്റെ ഡയമീറ്റർ എടുക്കുന്നു, ദെൻ അതിനുശേഷം നമ്മൾ സ്ക്രൂ ത്രെഡ് ഇതിനിടയ്ക്ക് സെറ്റ് ചെയ്തിട്ട് സ്ക്രൂ ത്രെഡിൻ്റെ മേജർ ഡയമീറ്റർ എടുക്കുന്നു.
Since the position of the fixed anvil will remain unaltered due to the setting of the fiducial arrangement, the movable anvil will shift axially depending on the variation in the value of major diameter. അപ്പോൾ ഇവിടെ ഈ ഒരു അൻവിൽ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ ഈ ഒരു അൻവിൽ മൈക്രോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് പീസിൽ കോണ്ടാക്റ്റിൽ വരുത്തിക്കൊണ്ട് എത്രയാണ് ആ ഡയമീറ്റർ എന്നുള്ളത് മെഷർ ചെയ്യുന്നു. In order to sense deviations on either side of the preset value, the movable anvil will always be set to a position which can detect small movements in either direction. The error as measured by the micrometer head is added to or subtracted from, as the case may be, the diameter of the setting cylinder to get the actual value of outside diameter. ഇപ്പോൾ എങ്ങനെയാണ് ഔട്ട്സൈഡ് ഡയമീറ്റർ കട്ടുക അല്ലെങ്കിൽ മേജർ ഡയമീറ്റർ കണ്ടുപിടിക്കുക? മേജർ ഡയമീറ്റർ ഓഫ് സ്ക്രൂ ത്രെഡ് D = S ± R2 - R1, where S is the diameter of the setting cylinder, R1 is the micrometer reading over setting cylinder, and R2 is the micrometer reading over screw thread. Then using floating carriage micrometer. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ. അപ്പോൾ ഇവിടെ ഒരു ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഈ കാണുന്ന രണ്ട് അൻവിൽസ് ഉണ്ട്, മൈക്രോമീറ്റർ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ബെഞ്ച് മൈക്രോമീറ്ററിന് അതേ അറേഞ്ച്മെൻറ്റ് തന്നെ. പക്ഷേ അഡീഷണൽ ആയിട്ട് രണ്ട് കാര്യം കൂടി ഉണ്ട്. എന്തൊക്കെയാണ്? രണ്ട് ഹോൾഡിംഗ് സെൻറ്റേഴ്സും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The instrument that is used for accurate measurement. Here gauge dimensions such as outside diameter, pitch diameter, root diameter are measured with the help of this instrument. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഔട്ട്സൈഡ് ഡയമീറ്റർ, പിച്ച് ഡയമീറ്റർ, റൂട്ട് ഡയമീറ്റർ ഒക്കെ നമുക്ക് മെഷർ ചെയ്യാം. ദെൻ ഇവിടെയും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നു. ഇതാണ് മെഷറിംഗ് ആൻവിൽസ്, ഇതാണ് ഹോൾഡിംഗ് സെൻറ്റേഴ്സ്. അതിനുശേഷം സ്റ്റാൻഡേർഡിനെ റീപ്ലേസ് ചെയ്ത് സ്ക്രൂ ത്രെഡ് വെക്കുന്നു. ദെൻ രണ്ട് പ്രാവശ്യത്തെയും മെഷർമെൻറ്റ് എടുക്കുന്നു. യൂസിങ് സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ടുള്ള ഒരു മെഷർമെൻറ്റ് എടുക്കുന്നു. ദെൻ സ്ക്രൂ ത്രെഡ് വെച്ചുകൊണ്ടുള്ള മെഷർമെൻറ്റ് എടുക്കുന്നു. ഇതാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാണുന്നത്. ദെൻ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. ബേസ് casting carries a pair of centers. The threaded workpiece is mounted between the centers. അപ്പോൾ ഇതാണ് ബേസ്. അപ്പോൾ ഈ ബേസിലാണ് രണ്ട് സെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സെൻറ്റേഴ്സിനിടയ്ക്കായിട്ടായിരിക്കും നമ്മുടെ വർക്ക് പീസ് അല്ലെങ്കിൽ ത്രെഡ് ക്യാരിയും ചെയ്യുന്ന ആ ഒരു വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നത്. Then lower carriage or lower base is mounted above the base and it is exactly at 90 degree to the base. അപ്പോൾ ഇതാണ് ലോവർ ക്യാരേജ് അല്ലെങ്കിൽ ലോവർ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോവർ ബേസ് ഈ ബേസിന് മുകളിലായിട്ടായിരിക്കും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ലോവർ ബേസിന് മൂവ് ചെയ്യാനുള്ള ഗ്രൂസ് ഈ ബേസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ദെൻ അപ്പർ ക്യാരേജ് ഓർ ടോപ്പ് സ്ലൈഡ് ഈസ് മൗണ്ടഡ് എബോവ് ദ ലോവർ ബേസ്. അപ്പോൾ ഈ ലോവർ ബേസിൻ്റെ മുകളിലായിട്ടായിരിക്കും ഈ കാണുന്ന ടോപ്പ് സ്ലൈഡ് വരിക. ടോപ്പ് സ്ലൈഡിലാണ് ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്ററും മൈക്രോമീറ്ററും ദെൻ അൻവിൽസും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പർ സർഫസ് ഓഫ് ദ ലോവർ ക്യാരിയേജ് ഹാസ് 2 V grooves. ഇതാണ് V grooves ഉണ്ടാകും. ഇതാണ് ലോവർ ബേസ്. ആ ലോവർ ബേസിൻ്റെ ടോപ്പിലായിട്ട് V grooves പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ദെൻ അപ്പർ സർഫസ് ഓഫ് ദ ലോവർ ക്യാരിയേജ് ഹാസ് 2 V grooves സപ്പോർട്ടഡ് ഓൺ ബോൾ ബിയറിങ്സ്. The upper carriage floats freely on the balls. അപ്പോൾ ഈ അപ്പർ ക്യാരിയേജ് എന്ന് പറയുന്നത് ഫ്രീലി ഓൺ ബോൾസിൽ ഫ്രീ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയായിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് ഫ്ലോട്ടിംഗ് ക്യാരിയേജ്. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലോട്ടിംഗ് ക്യാരിയേജ് എന്നുള്ള പേര് വരാൻ കാരണം. ദെൻ ഇവിടെയും നമ്മൾ രണ്ട് സെൻറ്റേഴ്സിനിടയ്ക്ക് വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം അൻവിൽസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് റീഡിങ്സ് എടുക്കുന്നു. അതായത് നമ്മൾ ബെഞ്ച് മൈക്രോമീറ്ററിൽ യൂസ് ചെയ്ത അതേ രീതിയിൽ ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്ററും മൈക്രോമീറ്ററും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റീഡിംഗ് എടുക്കുന്നു. ആകെയുള്ള വ്യത്യാസം രണ്ട് സെൻറ്റേഴ്സ് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനുണ്ട് എന്നുള്ളത് മാത്രമാണ്. ദെൻ ഈ അപ്പർ ക്യാരിയേജിൽ മൈക്രോമീറ്റർ ഉണ്ട്. മൈക്രോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ അൻവിൽ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും.
ദെൻ ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്ററും ഇവിടെയായിട്ട് മറ്റൊരു അൻവിലും ഉണ്ട്. അപ്പോൾ ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് മെഷർമെൻറ്റ് പോസിബിൾ ആണ്. Then the upper carriage moves on a finely ground V guide way or an anti-friction guide way to facilitate movement in a direction parallel to the axis of the gauge or screw thread mounted between the centers. അപ്പോൾ നമുക്കിവിടെ ഈ ലോവർ ബേസിന് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. അതുപോലെ തന്നെ ടോപ്പ് സ്ലൈഡിന് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പൊസിഷൻ ചെയ്തുകൊണ്ട് ഈ സ്ക്രൂ ത്രെഡിൻ്റെ മേജർ ഡയമീറ്റർ നമുക്ക് എടുക്കാം. Depending upon the length of the threaded job, the distance between two centers on the base can be adjusted. അപ്പോൾ ഈ സെൻറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വർക്ക് പീസിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കിതിൽ സ്യൂട്ടബിൾ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. Lower carriage is adjusted in a correct position to take measurements and is located in position. അപ്പോൾ ലോവർ ക്യാരിയേജ് ഇതാണ് ലോവർ ക്യാരിയേജ് ഓർ ലോവർ ബേസ് ഈ കാണുന്നത്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ഈ ടോപ്പ് സ്ലൈഡിനെ വെച്ചുകൊണ്ട് റീഡിങ് എടുക്കാം. ടോപ്പ് സ്ലൈഡ് ഈസ് ദെൻ മൂവ് ടിൽ ദ ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്റർ ഈസ് അഗെയിൻസ്റ്റ് ദ സെറ്റ് പോയിന്റ്. അപ്പോൾ ഇനി ടോപ്പ് സ്ലൈഡ് മൂവ് ചെയ്തുകൊണ്ട് ടോപ്പ് സ്ലൈഡ് ഇങ്ങനെ മൂവ് ചെയ്യാം. ടോപ്പ് സ്ലൈഡ് മൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതാണ് അൻവിൽ, ഫിക്സഡ് ആയിട്ടുള്ള അൻവിൽ. ഇപ്പോൾ ഈ അൻവിൽ ജസ്റ്റ് ടച്ച് ചെയ്യിപ്പിക്കുന്നു ത്രെഡിൽ. എന്നിട്ട് ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്ററിൽ ആ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ റീഡിങ്സ് ആർ നോട്ടഡ് ഫ്രം ദ തിമ്പിൾ ഹെഡ്. ദെൻ അതിനുശേഷം മൈക്രോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ മൂവബിൾ അൻവിലിനെ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുന്നു. ദെൻ റീഡിങ്സ് എടുക്കുന്നു. റീഡിങ്സ് ആർ നോട്ടഡ് ഫ്രം ദ തിമ്പിൾ ഹെഡ്. ദ അപ്പർ ക്യാരിയേജ് ഓർ ടോപ്പ് സ്ലൈഡ് ഈസ് ഫ്രീ ടു ഫ്ലോട്ട് ഓൺ ബോൾസ് ആൻഡ് ഇറ്റ് എനേബിൾസ് മൈക്രോമീറ്റർ റീഡിങ്സ് ടു ബി ടേക്കൺ ഓൺ എ ഡയമീറ്റർ വിത്തൗട്ട് റെസ്ട്രെയിൻറ്റ്. അപ്പോൾ ഏറ്റവും ടോപ്പിലോട്ടാണ് ടോപ്പ് സ്ലൈഡ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വിത്തൗട്ട് റെസ്ട്രിക്ഷൻ ഡയമീറ്റർ മെഷർ ചെയ്യാൻ സാധിക്കും. ദെൻ അടുത്ത മെത്തേഡാണ് ഇൻറ്റേർണൽ ത്രെഡ്. ഇൻറ്റേർണൽ ത്രെഡിനെ എങ്ങനെയാണ് ഇൻറ്റേർണൽ ത്രെഡിനെ മേജർ ഡയമീറ്റർ മെഷർ ചെയ്യുക? മെഷർമെൻറ്റ് ഓഫ് മേജർ ഡയമീറ്റർ ഓഫ് ഇൻറ്റേർണൽ ത്രെഡ്. Major diameter of internal thread is usually measured with a thread comparator fitted with ball-ended style of radius less than the radius of the root of the thread to be measured. അതായത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റൈലസ്, ആ സ്റ്റൈലസിൻ്റെ എൻഡിലായിട്ട് ബോൾ എൻഡഡ് സ്റ്റൈലസ് ആണ്. എൻഡിലായിട്ടൊരു ബോൾ ഉണ്ടാകും. അപ്പോൾ ഈ ബോൾസ്, ഈ കാണുന്ന ബോൾസ് എന്ന് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ആ ഇൻറ്റേർണൽ ത്രെഡിൻ്റെ റൂട്ടിനേക്കാളും ചെറിയ ഡയമീറ്റർ ആയിരിക്കും. അപ്പം ഇത്തരത്തിൽ ഈ സ്റ്റൈലസ് ആ റൂട്ടിനിടയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് മേജർ ഡയമീറ്റർ മെഷർ ചെയ്യുന്നു. അതാണ് പറയുന്നത്. വൺ ഓഫ് ദ സ്റ്റൈൽ ഈസ് അറ്റാച്ച്ഡ് ടു എ ഫ്ലോട്ടിംഗ് ഹെഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ കോൺടാക്ട് വിത്ത് ദ സ്പിൻഡിൽ ഓഫ് ദ ഡയൽ ഇൻഡിക്കേറ്റർ. മൂവ്മെൻറ്റ് ഓഫ് ഫ്ലോട്ടിംഗ് ഹെഡ് ടുവാർഡ്സ് ദി ഇൻഡിക്കേറ്റർ ഈസ് കൺസ്ട്രെയിൻഡ് ബൈ എ സ്പ്രിംഗ്. ഇത്തരത്തിൽ ഡയൽ ഇൻഡിക്കേറ്ററോ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഇൻറ്റേർണൽ ഡയമീറ്റർ എത്രയാണ് എന്നുള്ളത് മെഷർ ചെയ്യാൻ സാധിക്കും. The instrument is first set on cylindrical reference standard having diameter approximately equal to the major diameter of internal thread to be checked and reading of the dial indicator is noted. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് മെഷർമെൻറ്റ് എടുക്കുന്നു. ദെൻ അതിനുശേഷം ആക്ച്വൽ ത്രെഡ് ഉപയോഗിച്ചുകൊണ്ട് മെഷർമെൻറ്റ് എടുക്കുന്നു. ദെൻ ദ ഫ്ലോട്ടിംഗ് ഹെഡ് ഈസ് retracted to engage the tips of the styli at the root of the spring under pressure. Second reading of the dial indicator is noted. അതിനുശേഷം നമ്മൾ ഈ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ആക്ച്വൽ ത്രെഡിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നു. Then major diameter of the internal thread D equal to S plus or minus R2 minus R1, where R1 equal to dial indicator reading over setting cylinder and R2 reading on thread. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് മൈനർ ഡയമീറ്റർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ മെഷർ ചെയ്യുന്നത് ഫോർ എക്സ്റ്റേണൽ ത്രെഡ് ആൻഡ് ഇൻറ്റേർണൽ ത്രെഡ് എന്നുള്ളത് നോക്കാം. താങ്ക് യു.